ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ചളിയിൽ ചുട്ട് പൊരിക്കാൻ പോകുന്നത്. നമ്മൾ പുതിയതായിട്ട് ട്രൈ ആക്കാൻ പോകുന്നതാണ്. ഇന്നൊരാ നോക്കിയിട്ട് നമ്മൾ ബക്കറ്റ് ചിക്കനെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചളിയിൽ മിക്സ് അല്ല, ചളിയിൽ പൊതിഞ്ഞിട്ടുള്ള ചിക്കൻ ആക്കാൻ പോക്കായിരുന്നു. എന്താവെന്ന് അറിയില്ല, നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് വയലിലേക്ക് പോകണം, ചളി അവിടെ നിന്ന് എടുക്കണം. അപ്പോൾ അവിടേക്ക് പോകാൻ നോക്കലാണ്. അപ്പോൾ നമ്മൾ വയലിലേക്ക് ഇറങ്ങാൻ പോക്കാണ്. വണ്ടി എടുത്ത് നേരെ വയലിലേക്ക് പോക്കാണ്. നമ്മൾ ബക്കറ്റും മണ്ണ് കോരുന്ന സാധനം എടുത്തിട്ട് നമ്മൾ കണ്ടത്തിലേക്ക് പോക്കാണ്, മണ്ണ് കോരാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, നമ്മൾ മണ്ണെടുക്കാൻ വേണ്ടി കണ്ടത്തിലേക്ക് പോക്കാണ് വണ്ടിയിൽ. വയലിൽ ചെളിയൊന്നും കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. എന്നാൽ വെച്ചാൽ ഈ ചൂടിന് എവിടെയും ചളി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ചളി മണ്ണ് മാത്രം എടുത്തിട്ട് പോകേണ്ടി വരും. വണ്ടിയുടെ സൈഡാക്കാം, അങ്ങോട്ട് ഇറങ്ങി നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ചളി കിട്ടുമോ നോക്കിയിട്ട്. ഇവിടെ നല്ല വെയിലാണ്, സോ കണ്ടന നല്ല മണ്ണൊക്കെ നല്ല കട്ടയായിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കട്ട മാത്രം എടുത്ത് ഇനി വീട്ടിൽ പോയിട്ട് വെള്ളമിട്ട് കുഴച്ച് വെക്കാം. വെള്ളം ഒഴിച്ച് ചളിയാക്കേണ്ടി വരും. അതേ വഴിയുള്ളൂ നമുക്ക്. ഗൈസ്, അപ്പോൾ നമ്മൾ വയലിലേക്ക് പോക്കാന്ന്. ഇവിടെ ചളിയൊന്നും കിട്ടുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം വെയിലത്ത് എന്തായാലും ചളി ഉണ്ടാവില്ല. നമ്മളിവിടുന്ന് മണ്ണെടുത്തിട്ട് വീട്ടിലേക്ക് പോയിട്ട് എന്തായാലും അവിടുന്ന് വെള്ളം ഒഴിച്ച് ചളിയാക്കേണ്ടി വരും. പണ്ട് ഇവിടെയെല്ലാം ഫുള്ള് നെൽകൃഷി ചെയ്യുന്നു. ഇപ്പം ഒന്നുമില്ല, വെറും തരിശ് ഭൂമി പോലെയായി. ഒരു കാര്യമില്ല ഇപ്പോൾ. ആടെ ഉണ്ടോ ഈ മണ്ണ് കിട്ടുമോ? കട്ടയാണ്, പക്ഷെ ചളി വെള്ളമാക്കേണ്ടി വരും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇവിടുന്ന് എന്തായാലും കിട്ടുന്നു. ഇതെടുത്ത് പോയിട്ട് എന്തായാലും വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കേണ്ടി വരും. നോക്കാം നമുക്ക്. ഇത് മതിയോ? ഇത് നമുക്ക് പോയിട്ട് വെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കാം. ഇത് വെള്ളം ഒഴിച്ചാൽ എന്തായാലും ചളിയാവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സംഭവം ഇതിൻ്റെ അന്ന് കിട്ടും. അപ്പോൾ ഗൈസ്, നമുക്ക് ആവശ്യമുള്ള മണ്ണ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെ നേരെ വീട്ടിലേക്ക് പോകുന്നു. നമ്മൾ ചിക്കൻ സെറ്റാക്കുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് ലൈനിട്ട് മസാല തേച്ച് കൊടുക്കാം. കുറച്ച് ലൈനിട്ട് കൊടുക്കാം. നമുക്ക് ലൈനിട്ടിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മളെ സ്പെഷ്യൽ മസാല ആക്കിയിട്ടുണ്ട് നമ്മൾ. ഇനി ഇത് നമുക്ക് ഇതിനെ തേച്ച് പിടിപ്പിക്കാം. നമ്മൾ എല്ലാ മസാലയും കൂടെ ഒപ്പരാക്കിയാണ്. ഉപ്പ്, കുരുമുളക് പൊടി, പറങ്കിപ്പൊടി, നമ്മളെ സ്പെഷ്യൽ മസാലയാണ്. അതെ, ആക്കി എങ്ങനെ ഉണ്ടാവും അറിയില്ല. കുറച്ച് വെജിറ്റബിൾസ് ഇതിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കാം. ചൂടാകുമ്പോൾ ഇതിൻ്റെ പുറം സെറ്റ് ആയിക്കോളും. തക്കാളിയും ഉള്ളിയും പച്ചമുളകാണ് നമ്മൾ മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ഒന്ന് ഇലയിൽ പൊതിഞ്ഞെടുത്തിട്ട് ഇതൊന്ന് കെട്ടി സെറ്റാക്കാം. ബാക്കി ഫോയിൽ പേപ്പറിൽ റാപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്കിത് മൊത്തം ഫോയിൽ പേപ്പറിൽ റാപ്പ് ചെയ്തെടുക്കാം. മൊത്തത്തിൽ നമുക്ക് ഒന്ന് സെറ്റായിട്ട് എടുക്കാം. ഈ സാധനം മൊത്തം റാപ്പ് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് ഫോയിൽ പേപ്പറിലേക്ക്. അപ്പോൾ നമ്മൾ റാപ്പ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് നേരെ ചെളിയിൽ പൊതിഞ്ഞിട്ട് നമുക്ക് തീരിട്ട് ചൂടാക്കിയിട്ട്. ഇപ്പോൾ രണ്ട് സാധനത്തിനകത്ത് നമ്മൾ പൊതിഞ്ഞിട്ടുള്ളത്. ഒന്ന് ഫസ്റ്റ് വാഴയിലേൻ്റെ അകത്ത്, പിന്നെ നമ്മൾ ഫോയിൽ പേപ്പറിൻ്റെ അകത്ത് വന്ന് ഇപ്പം പൊതിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഫുൾ ചളി ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടെ. കുഴക്കാം ഗൈസ്, നമ്മൾ നേരത്തെ എടുത്തു വന്ന മൊത്തം സാധനം. വല്ലാത്തൊരു ഡാർക്കാണല്ലോ. ഉണങ്ങേണ്ട ഇതൊന്നും ഇനിയിപ്പോൾ എന്തായാലും ഉണങ്ങുന്നില്ല. ഇങ്ങനെ തന്നെ ചൂടാകുമ്പോൾ സെറ്റ് ആയിക്കോളും. എന്താ വെയിറ്റ് കൂടിയാ? നമ്മളിപ്പം 1 കിലോ വാങ്ങിയ ചിക്കൻ ഇപ്പോൾ ഏകദേശം 8 കിലോ ആയിട്ടുണ്ടാവും. നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. എല്ലാ സൈഡും കറക്റ്റ് ആയി. ഇത് എത്തുമോ? ഇനി എത്തിയായി, സംഭവമായി, എല്ലാ സൈഡും ആയി. അപ്പോൾ നമ്മൾ കല്ലിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് കുറച്ച് വിറകും എല്ലാം സൈഡിൽ വെച്ചിട്ട് നമ്മൾ കത്തിക്കാൻ പോകാം. അപ്പം ഇനിയിപ്പോൾ ഇത് ഇതിപ്പോൾ ഉണങ്ങിയിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ഇനിയിപ്പോൾ ചൂടടിക്കുമ്പോൾ നല്ല കട്ടയാവും. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഗസ്റ്റിനെ കിട്ടി. പണിയെടുക്കാൻ എക്സ്ട്രാ ആളെ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് കിട് ഇൻവേർട്ടർ ഒന്നും ഇവിടെ വരാൻ പാടില്ല. ഷോലി എടുത്തിട്ട് ഫുള്ളും എടുത്തിട്ട് മൂടിക്കോ. പണിയെടുക്കാൻ ആളില്ലാത്തോണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരാളും കൂടി പണിക്കാളെ കിട്ടി. കത്തിക്കാം. ഫുള്ള് എല്ലാ സൈഡും ഒരുപോലെ കത്തണേ. ഇത് കത്താൻ നല്ല പണിയുണ്ട്. ഈ സൈഡ് ഫസ്റ്റ് ഇതായിക്കോ. ഫസ്റ്റ് ഉള്ളിലത്തെ ഇതിന് ഓലൊക്കെ തീ കൊടുക്കാം. എന്നാൽ മൊത്തത്തിൽ പിടിച്ചോളൂ. ഇത് കണക്കൊന്നൊരു 5-6 പ്രാവശ്യം വെറുതെ ഇരുന്ന് കത്തിക്കേണ്ടി വരും.
ഈ സൈഡ് എല്ലാ സൈഡും ഒരുപോലെ കൊടുക്കണം, എന്നാൽ എല്ലാ സൈഡിൽ നിന്നും കറക്റ്റ് കത്തും. നമുക്ക് എല്ലാ സൈഡിൽ നിന്നും ഒരുപോലെ തന്നെ കൊടുക്കണം, ഇല്ല ഒരു സൈഡ് മാത്രമേ വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ 2 സൈഡിലും കത്തി, ഉള്ളിൽ കത്തിയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ മേലേക്ക് സൈഡ് മൊത്തത്തിൽ പിടിച്ചല്ലേ, അവിടെ കത്തി ആ മേലേക്ക് കത്തുന്നുണ്ട്. ഇനി ആ സൈഡ് ഓക്കെയാണോ? ഇവള് കരി കൊണ്ട് കൺമശിട്ടു, തെയ്യം കട്ടിയാണെങ്കിൽ ഉണ്ട്. ഇത്രയും നേരം ആരും എൻ്റെ കണ്ണിൽ ഇത്തിരി കരി വന്നിട്ട് കണ്ടിട്ടില്ല. ഗൈസ് ഇതെന്താവോന്ന് പറയാൻ പറ്റില്ല, ചെറിയ കത്തിടുന്നല്ല കത്തും. ഗൈസ് നമ്മളെ സാധനം നമ്മൾ മണലം പൊളിച്ച് കളഞ്ഞ് ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഈ പലേൻ്റെ ഇല വെച്ചിട്ട് പൊളിച്ച് നോക്കാം. സക്സസ് ആയോ ഇല്ലയോ നമുക്ക് പൊളിച്ചാൽ അറിയും. അടുത്ത് മുകളിലേക്ക് വെച്ചോ, ഇതിൻ്റെ മുകളിലേക്ക് വെച്ചോ. ഓക്കെ അല്ലേ സക്സസ്ഫുള്ളി. മല തുറന്നു നോക്കിയാ എന്താവോന്ന് അറിയില്ല, നല്ല ചൂടുണ്ട്, കൈ കൊള്ളല്ലേ, നോക്കണം. സാധനം ചൂടുണ്ട്, എല്ലാ സൈഡിൽ നിന്ന് പൊളിക്കും. ഇലയൊന്നും കത്തിയില്ല അല്ലേ, നമ്മളെ ഇലക്കൊരു വാട്ടവും പറ്റിയിട്ടില്ല. നമുക്ക് എന്താവും. നല്ല മണമുണ്ട് കേട്ടാ, നല്ല സ്മെല്ല് വരുന്നുണ്ട്, കുരുമുളകിന്റെ നല്ല സ്മെല്ലുണ്ട്. നല്ല ആവിയെല്ലാം പോകുന്നുണ്ട്, പൊട്ടിച്ചു നോക്കിയേ. പൊള്ളുന്നുണ്ട്. വേണ്ടേ സാധനം വന്നിട്ട് നോക്കാന്ന്. ടേസ്റ്റ് ഉണ്ടാ? ഓക്കെ ഓക്കെ നല്ലുണ്ട് ഗൈസ്, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ട്, പ്രശ്നമില്ല. പക്ഷേങ്കിൽ മസാലയിൽ ഉള്ളിലേക്ക് പോകാനുണ്ട്, പുറമേ നല്ല ഇതായിട്ടുണ്ട്, പക്ഷേ ഉള്ളിലേക്ക് കുറച്ചും കൂടി മസാല ഇറങ്ങാനുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കുറച്ച് ഫ്ലോപ്പ് ആയെങ്കിലും വലിയ പ്രശ്നമില്ല, കുറച്ച് മസാല കുറഞ്ഞായി, അപ്പോൾ മസാല ഉള്ളിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. കുറച്ച് ടേസ്റ്റ് ഓക്കെയാണ് ഉണ്ട്, പക്ഷേങ്കില് മസാല ഉള്ളിലേക്ക് എത്താത്തോണ്ട് ചെറിയൊരു ഇത്. നമ്മള് കുരുമുളക് പൊടിയാണ് മെയിൻ ആയിട്ട് ഇട്ടിന്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇത് മുളക് പൊടി കുറച്ചിട്ട് കുരുമുളക് പൊടി നമ്മൾ നല്ലോണം ഇട്ട്, അപ്പൊ കുരുമുളകിന്റെ ടേസ്റ്റും അതിന്റെ ഒരു കളറുമാണ് ശരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേങ്കില് കളറും കുറവാണ്, മുളക് പൊടി കുറഞ്ഞിട്ട് കളറും കുറവാണ്. അപ്പോ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്, വെന്തിന് ആ പ്രശ്നമൊന്നുമില്ല. നമ്മളതുകൊണ്ട് കുറച്ചും കൂടെ മസാല തേച്ചിട്ട് അതൊന്നും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അപ്പൊ ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.